ഹായ്. ഇംഗ്ലീഷ് ഫ്ലുവൻ്റായി സംസാരിക്കുന്നതിന് സഹായിക്കുന്ന നല്ല ഒരു മെത്തേഡാണ് ഇന്നത്തെ നമ്മുടെ ഈ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇംഗ്ലീഷിൽ ചില ഫിക്സ്ഡ് സ്ട്രക്ചേഴ്സ് ഉണ്ട്, ഒരുപാട് ഫിക്സ്ഡ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിൽ ഒരു സ്ട്രക്ചർ പഠിച്ചാൽ ഒരുപാട് സെൻറ്റൻസുകൾ നമുക്കുണ്ടാക്കാൻ പറ്റും. അത് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കും. നമുക്ക് നമ്മുടെ ലെസണിലേക്ക് കടക്കാം. അങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. നീ കരഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. നീ ഇവിടെ വന്നിട്ട് ഒരു കാര്യവുമില്ല. അവൻ അവിടെ പോയിട്ട് ഒരു കാര്യവുമില്ല. ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ നമ്മൾ സാധാരണ നമ്മുടെ സംഭാഷണങ്ങളിൽ ഉണ്ടാവാറുള്ളതാണ് അല്ലേ? അതൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? അതിനെ പറ്റിയ ഒരു സ്ട്രക്ചർ നോക്കാം. ഇറ്റ്സ് നോ യൂസ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇറ്റ്സ് നോ യൂസ് ക്രൈ. ക്രൈ എന്നാൽ കരയുക. ഇറ്റ്സ് നോ യൂസ് ക്രൈയിങ്. കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇവിടെ ഇതിൻ്റെ സ്ട്രക്ചർ നോക്കൂ. ഇറ്റ്സ് നോ യൂസ്, അത് കഴിഞ്ഞാൽ വരുന്നത് ക്രൈയിങ്. ക്രൈ എന്നുള്ളത് ഒരു വേർബാണ്. അതിൻ്റെ കൂടെ ING ഫോം ചേർത്തു. നമുക്ക് ഒരു സെൻറ്റൻസ് കിട്ടിയില്ലേ? അതുപോലെ ഒരുപാട് സെൻറ്റൻസുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഘടന ഇറ്റ്സ് നോ യൂസ് പ്ലസ് V1 ഫോം ഓഫ് ദി വേർബ് പ്ലസ് ING. ക്രൈ ആണെങ്കിൽ ക്രൈയിങ് ആക്കുക, ലാഫ് ആണെങ്കിൽ ലാഫിങ് ആക്കുക. അത്രയേ ഉള്ളൂ. ഇറ്റ്സ് നോ യൂസ് ഗോയിങ് ദർ. അവിടെ പോയിട്ട് ഒരു കാര്യവുമില്ല. ശ്രദ്ധിക്കുക, ഗോയിങ്, ഗോ എന്നതിൻ്റെ കൂടെ ING ഫോം ചേർത്തു. ഇറ്റ്സ് നോ യൂസ് കമ്മിങ് ഹിയർ. ഇവിടെ വന്നിട്ട് ഒരു കാര്യവുമില്ല. അങ്ങനെ എത്രയോ സെൻറ്റൻസുകളുടെ ഒരു ഡെയിലി ലൈഫ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. ഈ കാറ് റിപ്പയർ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. ഇറ്റ്സ് നോ യൂസ് റിപ്പയറിങ് ദിസ് കാർ. എന്നോട് സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇറ്റ്സ് നോ യൂസ് ടോക്കിംഗ് ടു മീ. അവളെ അനുകരിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇറ്റ്സ് നോ യൂസ് ഇമിറ്റേറ്റിംഗ് ഹർ. ഇമിറ്റേറ്റ് ചെയ്യുക മീൻസ് അനുകരിക്കുക. അപ്പോൾ ഇറ്റ്സ് നോ യൂസ് എന്ന സ്ട്രക്ചർ പഠിച്ചില്ലേ? ഇനി വേറൊരു സ്ട്രക്ചർ നോക്കാം. പല കാര്യങ്ങളും നമുക്ക് അവൾ ഡാൻസ് ചെയ്യുന്ന രീതി എനിക്കിഷ്ടമാണ്, അവൾ എന്നോട് സംസാരിക്കുന്ന രീതി എനിക്കിഷ്ടമാണ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അതിന് പറ്റിയ ഒരു സ്ട്രക്ചർ ഐ ലൈക്ക് ദ വേ ഷീ ഡാൻസസ്. അവൾ ഡാൻസ് ചെയ്യുന്ന രീതി എനിക്കിഷ്ടമാണ്. അതിൻ്റെ സ്ട്രക്ചർ ശ്രദ്ധിക്കുക. ഐ ലൈക്ക് ദ വേ, ആ സ്ട്രക്ചർ, ആ ഒരു പ്രയോഗം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഷീ, സബ്ജക്റ്റാണ്, പ്ലസ് ഡാൻസസ് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് V1 ഫോം ഓഫ് ദി വേർബ് ആണ്. ഐ ലൈക്ക് ദ വേ ഷീ വാക്സ്. അവൾ നടക്കുന്ന രീതി എനിക്കിഷ്ടമാണ്. ഐ ലൈക്ക് ദ വേ ദേ ഡു ബിസിനസ്. അവർ ബിസിനസ് ചെയ്യുന്ന രീതി, ദേ ഡു ബിസിനസ്, ഡു ചെയ്യുക. ഐ ലൈക്ക് ദ വേ ഹീ ഡ്രൈവ്സ് കാർ. അവൻ കാറ് ഡ്രൈവ് ചെയ്യുന്ന രീതി എനിക്കിഷ്ടമാണ്. ഇനി നമുക്ക് വേറൊരു സ്ട്രക്ചർ നോക്കാം. നമ്മൾ സാധാരണ പറയാറുള്ളതാണ്, അവൻ എന്നെ ഇൻവൈറ്റ് ചെയ്താലും ഇല്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. അവനിവിടെ വന്നാലും വന്നില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവൾ എന്നോട് മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. ഇല്ലേ? ഇങ്ങനെ പറയാറില്ലേ? ഇതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? നമുക്ക് വേറൊരു സ്ട്രക്ചർ ഉപയോഗിക്കാം. ഇറ്റ് ഡസൻറ്റ് മാറ്റർ വെദർ. ഇത് രണ്ട് ഓൾട്ടർനേറ്റീവ്സ്, അങ്ങനെയായാലും ഇങ്ങനെയായാലും ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നം ഉണ്ടാവാൻ പോണില്ല, ഒന്നും സംഭവിക്കാൻ പോണില്ല എന്നൊക്കെ പറയില്ലേ? അതാണ് ഇറ്റ് ഡസൻറ്റ് മാറ്റർ വെദർ ഹി കംസ് ഓർ നോട്ട്. ഇറ്റ് ഡസൻറ്റ് മാറ്റർ വെദർ ഹി കംസ് ഓർ നോട്ട്. ശ്രദ്ധിക്കുക, അവൻ ഇവിടെ വന്നാലും വന്നില്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. ഇറ്റ് ഡസൻറ്റ് മാറ്റർ വെദർ എന്ന് കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കുന്നത് സബ്ജക്റ്റ് ഹി. അത് കഴിഞ്ഞാൽ V1 ഫോം ഓഫ് ദി വേർബ്, പിന്നെ ഓർ നോട്ട് എന്ന് ചേർക്കുക. കഴിഞ്ഞു. ഇറ്റ് ഡസൻറ്റ് മാറ്റർ വെദർ ദേ ഇൻവൈറ്റ് മീ ഓർ നോട്ട്. അവരെന്നെ ക്ഷണിച്ചാലും ഇല്ലെങ്കിലും എനിക്കൊരു പ്രശ്നവുമില്ല. ഇറ്റ് ഡസൻറ്റ് മാറ്റർ വെദർ യു യൂസ് മീറ്റ് ഓർ നോട്ട്. നിങ്ങൾ മാംസം കഴിച്ചാലും ഇല്ലെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല. ഇറ്റ് ഡസൻറ്റ് മാറ്റർ വെദർ ഇറ്റ്സ് ട്രൂ ഓർ നോട്ട്. അത് സത്യമായാലും അല്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. ഇറ്റ് എന്നുള്ളത് സബ്ജക്റ്റാണ് അവിടെ. ഇറ്റ് ഈസ് ട്രൂ ഓർ നോട്ട്. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ ഇറ്റ് ഡസൻറ്റ് മാറ്റർ വെദർ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1 ഫോം ഓഫ് ദി വേർബ്. ഇറ്റ് ഈസ് ട്രൂ ഓർ നോട്ട്. ഇവിടെ ഒരു ആക്ഷൻ വേർഡ് ഇല്ലാത്തത് കൊണ്ടാണ് ഈസ് എന്നുള്ള വേർബ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വേറൊരു സ്ട്രക്ചർ നോക്കാം. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്തു കഴിയുമ്പോൾ അയ്യോ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു, അങ്ങനെ ചെയ്തതിൽ ഞാൻ ഖേദിക്കുന്നു, ഞാൻ ദുഃഖിക്കുന്നു എന്നൊക്കെ പറയില്ലേ?
അത്തരം സെൻറ്റൻസുകൾ ഇംഗ്ലീഷിലും നമുക്കൊരു സ്ട്രക്ചർ ഉപയോഗിക്കാം. ഐ റിഗ്രറ്റ്. റിഗ്രറ്റ് മീൻസ് ഖേദിക്കുക. ഐ റിഗ്രറ്റ് സേയിങ് സോ. അങ്ങനെ പറഞ്ഞതിൽ ഞാൻ ഖേദിക്കുന്നു. സേ പറയുക. ഇവിടെ സ്ട്രക്ചർ ഐ റിഗ്രറ്റ് പ്ലസ് ING ഫോം ഓഫ് ദി വേർബാണ് ഉപയോഗിക്കുന്നത്. ഐ റിഗ്രറ്റ് സേയിങ് സോ. ഐ റിഗ്രറ്റ് പുഷിങ് ഹിം. അവനെ ഉന്തിയതിൽ ഞാൻ ഖേദിക്കുന്നു. ഐ റിഗ്രറ്റ് ഡിസ്റ്റർബിങ് യു. ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്തിയതിൽ ഖേദിക്കുന്നു. ഇവിടെയൊക്കെ ING ഫോം ഓഫ് ദ വേർബ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. റിഗ്രറ്റ് എന്ന വാക്ക് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ING ഫോം ഓഫ് ദി വേർബ്. വളരെ ഈസി ആയിട്ട് ഈ സ്ട്രക്ചറും നമുക്ക് ഉപയോഗിക്കാം. ഇന്ന് പഠിച്ച 4 സ്ട്രക്ചേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും. മാത്രമല്ല നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് കരുതുന്നു. ഇത്തരം സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ച് ഒരുപാട് സെൻറ്റൻസുകൾ ഉണ്ടാക്കി ശീലിക്കുക. മാത്രമല്ല അത് ഉപയോഗിക്കാനും ശീലിക്കുക. അപ്പോഴാണ് നമുക്ക് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഫ്ലുവൻസി കിട്ടുക. പ്രത്യേകിച്ചും ഈ സ്ട്രക്ചേഴ്സ് നമ്മൾ ഓർമ്മയിലുണ്ട്. പിന്നെ ഒരു വാക്ക് ആഡ് ചെയ്യല്ലേ വേണ്ടൂ. അതിനനുസരിച്ച് ചെയ്യുക. പിന്നെ ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ, ഇത് 4 സ്ട്രക്ചേഴ്സ് പഠിച്ചില്ലേ, അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 സ്ട്രക്ചേഴ്സ് വെച്ചിട്ട് 2 സെൻറ്റൻസുകൾ കമൻറ്റ് ബോക്സിൽ എഴുതുക.